നമസ്കാരം. നമ്മുടെ S5 പോർഷൻസിലെ സിലബസിലെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പേപ്പറാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ 4 യൂണിറ്റ്, അതിലേറ്റവും ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സർക്യൂട്ട് തിയറംസും നെറ്റ്വർക്ക് തിയറികളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ഭാഗമാണ്. അതിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ആ തിയറം വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കിർച്ചോഫ് ലോസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ കിർച്ചോഫ് ലോസ് ആൻഡ് അതെന്താണ്, വാട്ട് ഈസ് കിർച്ചോഫ് ലോസ് ആൻഡ് യൂസേജ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിക്കുക. റോബർട്ട് ഗുസ്താവോ കിർച്ചോഫ് 1824 to 1887 അദ്ദേഹമാണ് ഈ കിർച്ചോഫ് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ. ഹി വാസ് എ ജർമ്മൻ ഫിസിസിസ്റ്റ് ആൻഡ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തത് 1845 ഈ ഫിഗറിൽ കാണുന്ന ആളാണ് ഈ പറഞ്ഞ വ്യക്തി. ഓക്കെ, സാധാരണ കിർച്ചോഫ് ലോ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇൻഡിപെൻഡൻറ്റ് ലീനിയർ ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുമെന്നുള്ളതാണ് ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് കറണ്ട്. അപ്പോൾ നോക്കുക, ഹിസ് സർക്യൂട്ട് ലോ സ്റ്റാൻഡ്സ് ഫോർ 2 ഇക്വാലിറ്റീസ് ദാറ്റ് ഡീൽ വിത്ത് ദ കറണ്ട് ആൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. കറണ്ടും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസും വെച്ചിട്ടാണ് ഈ ലോ ഡീൽ ചെയ്യുന്നത്. ഈ രണ്ട് ലോ, ഈ കറണ്ടും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസും നമ്മൾ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഏത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടുകളും എന്തായിട്ട് മാറും? ഇൻഡിപെൻഡൻറ്റ് ലീനിയർ ഇക്വേഷൻസ് ആയിട്ട് മാറും. സോ ഇഫ് വി ക്യാൻ ഏബിൾ ടു പ്രോപ്പർലി സോൾവ് ദാറ്റ് ലീനിയർ ഇക്വേഷൻസ്, നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതിനകത്ത് അൺനോൺ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്, കറണ്ട് എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്, റെസിസ്റ്റൻസ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മൾ ലോവർ ക്ലാസ്സസിൽ നമുക്കറിയാം, ഇഫ് വി ഹാവ് എന്താ പറയുന്നത്, രണ്ടും അതിലധികമോ റെസിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, സീരീസ് പാരലൽ കോമ്പിനേഷനൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇക്വാലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് R=R1 + R2 + R3 എന്നുള്ള രീതിയിലായിരിക്കും. പാരലൽ ആണെങ്കിൽ 1/R=1/R1 + 1/R2 + 1/R3 എന്നുള്ള രീതിയിലായിരിക്കും. എന്നിട്ട് നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് ഓംസ് ലോയിലിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാണ് ചെയ്യുക. ഇവിടെ ഓംസ് ലോ എന്ന് പറയുന്നത് V=IR എന്നുള്ള ഫോർമുലയിൽ. അപ്പോൾ ആ ഇക്വേഷനിൽ R നമ്മൾ ഈ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുന്നു. ഐദർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ കറണ്ട്, ഇതിലേതെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മറ്റേ പാരാമീറ്റർ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് ആണ് എന്നുണ്ടെങ്കിൽ, ഇതുപോലത്തുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് ആണെങ്കിൽ നമുക്ക് ഇതിനെ T നെറ്റ്വർക്ക് എന്നോ ബ്രിഡ്ജ് നെറ്റ്വർക്ക് എന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത നിങ്ങൾ നോക്കിയേ, 2 സെല്ലുകളുണ്ട്, 2 സോഴ്സ് ഉണ്ട്, കുറേയധികം റെസിസ്റ്റൻസുകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്, അല്ലെങ്കിൽ ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ്, അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസ് നമ്മൾ എടുത്താൽ ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സിമ്പിൾ ഓംസ് ലോ ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും? കിർച്ചോഫ് സർക്യൂട്ട് ലോ അപ്ലൈ ചെയ്യും. കിർച്ചോഫ് സർക്യൂട്ട് ലോ അപ്ലൈ ചെയ്തിട്ട് ഓരോ ലൂപ്പിനുള്ള ഇക്വേഷൻസ് നമ്മൾ ജനറേറ്റ് ചെയ്യും. ആ ഇക്വേഷൻസിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആ സർക്യൂട്ടിലൂടെ വരുന്ന കറണ്ട് എത്രയാണ്, ആ സർക്യൂട്ടിൻ്റെ അക്രോസ് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ കിർച്ചോഫ് സർക്യൂട്ടിലൂടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഭാഗം എന്ന് പറയുന്നത്. ദെൻ 2 ലോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് കിർച്ചോഫ് ഫസ്റ്റ് ലോ, നമ്മളതിനെ പറയുന്നത് കറണ്ട് ലോ എന്നും പറയാറുണ്ട്. ഞാനിവിടെ ഷോർട്ട് ഫോമായിട്ട് KCL എന്ന് പറയുന്നു. മറ്റേത് കിർച്ചോഫ് സെക്കൻഡ് ലോ അല്ലെങ്കിൽ വോൾട്ടേജ് ലോ എന്ന് പറയാറുണ്ട്. അത് നമ്മൾ KVL എന്നും പറയുന്നു, ഷോർട്ട് ഫോം മനസ്സിലാക്കുന്നതിന് വേണ്ടി. അപ്പോൾ എന്താ കിർച്ചോഫ് ഫസ്റ്റ് ലോ പറയുന്നത് നോക്കുക. ടോട്ടൽ കറണ്ട് ഓർ ചാർജ് എൻറ്ററിങ് ഇൻ എ ജംഗ്ഷൻ ഇസ് എക്സാക്ട്ലി ഈക്വൽ ടു ദ ചാർജ് ലീവിങ് ദ ജംഗ്ഷൻ ആസ് ഇറ്റ് ഹാസ് നോ അതർ പ്ലേസ് ടു ഗോ എക്സെപ്റ്റ് ടു ലീവ് ആസ് നോ ചാർജ് ഈസ് ലോസ്റ്റ് വിത്തിൻ ദ നോഡ്. നോഡ് എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ടോട്ടൽ കറണ്ട് എൻറ്ററിങ് ഇൻ ടു ദ ജംഗ്ഷൻ ആൻഡ് ടോട്ടൽ കറണ്ട് ലീവിങ് ഫ്രം ദ ജംഗ്ഷൻ ഷുഡ് ബി ഈക്വൽ എന്നുള്ളതാണ് കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന വാക്ക് ഇവിടെ വീണ്ടും യൂട്ടിലൈസ് ചെയ്യാം. എന്താ പറയുന്നത്? ദി ഓൾജിബ്രിക് സം ഓഫ് all the currents entering and leaving a node must be equal to 0. അപ്പോൾ എന്താണ് ഒരു ഓൾജിബ്രിക് സം? ഓൾജിബ്രിക് സം എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. വെക്ടർ കറണ്ട് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് അവിടെ എന്തേ എടുക്കാൻ പറ്റുള്ളൂ? ഓൾജിബ്രിക് സം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ജംഗ്ഷനിലോട്ട് എൻ്റർ ചെയ്യുന്ന കറണ്ടും അവിടെ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ടും ആ ജംഗ്ഷൻ പോയിന്റിൽ എത്രയായിരിക്കും? 0 ആയിരിക്കും എന്നുള്ളതാണ് കിർച്ചോഫ് ഫസ്റ്റ് ലോ പറയുന്നത്. I exist plus I entering is equal to 0.
അപ്പോൾ ഇവിടെ എന്ത് വരുന്നുണ്ട്, ഈ ഐഡിയ ആണ് നമുക്ക് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ വരിക. കാരണം ടോട്ടൽ ചാർജ് റിമെയിൻസ് കോൺസ്റ്റന്റ്, റൈറ്റ്? വാട്ട് എവർ ബി ദ ചാർജ് എൻ്ററിങ് ഇൻ ടു ദ സിസ്റ്റം വിൽ ബി ഈക്വൽ ടു ദ കമ്മിങ് ഔട്ട് ഫ്രം ദ സിസ്റ്റം. അപ്പോൾ ഇവിടെ കൺസർവേഷൻ ഓഫ് ചാർജ് ഇവിടെ വാലിഡേറ്റ് ചെയ്യപ്പെടും. ഇതാണ് ഇവിടെ ഒരു സിമ്പിൾ സർക്യൂട്ട് ഡയഗ്രാമാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ I1, I2, I3 എന്ന് പറയുന്നത് എന്താണ്, ബ്ലൂ കളറിൽ കാണിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് എൻ്ററിങ് ഇൻ ടു ദ സിസ്റ്റം. I4 എന്താണ്, വിച്ച് ഈസ് കമ്മിങ് ഔട്ട് ഫ്രം ദ സിസ്റ്റം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറയാം, നമുക്ക് I1 + I2 + I3 പ്ലസ് മറ്റേന്താണ്, ഔട്ടല്ലേ, പുറത്തോട്ട് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ മൈനസ് സൈനിൽ കാണിച്ചിരിക്കുന്നു. ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, 0 എന്ന് പറയാം. അപ്പോൾ അതാണ് അവിടെ എഴുതിയേക്കുന്നത്. നോക്കുക, ഹിയർ ദ 3 കറൻസ് എൻ്ററിങ് ഇൻ ടു ദ നോഡ് I1, I2, I3 are all positive in values and the 2 currents are leaving the node, ഏതൊക്കെയാണ്, I4 and I5 are negative in values. Then this means that we can also rewrite the equation as I1 + I2 + I3 minus I4 minus I5 is equal to 0. Okay. അപ്പോൾ ഇവിടെ ഞാൻ റിപ്പീറ്റായിട്ട് നോഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സാധാരണ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൽ നമ്മൾ ജംഗ്ഷൻ എന്ന് പറയുന്ന വാക്കിനെക്കാട്ടും കൂടുതൽ പ്രിഫർ ചെയ്യുക നോഡ് എന്നുള്ള വാക്കാണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ജംഗ്ഷൻ. അത് തന്നെ ഇവിടെ വയ്ക്കാം. നോക്കുക, ദ ടേം നോഡ് ഈസ് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ജനറൽ റെഫേഴ്സ് ടു എ കണക്ഷൻ ഓർ എ ജംഗ്ഷൻ ഓഫ് 2 or more കറന്റ് ക്യാരിയിങ് പാത്ത് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നോഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജംഗ്ഷൻ എന്നുള്ള വാക്ക് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ ഫെമിലർ ആയിട്ടുണ്ടാവും അല്ലേ. ഇതിനൊക്കെ ഞാൻ സിഗ്മ ഇൻ എന്താണ് പറയുന്ന ഇൻപുട്ടിലൊക്കെ ഇൻ ചെയ്യുന്ന അല്ലെങ്കിൽ അകത്തോട്ട് വരുന്ന കറണ്ട് എന്നുള്ള രീതിയിലും നമ്മൾ പുറത്തോട്ട് പോകുന്ന കറണ്ട് എന്നുള്ള രീതിയിലും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലോ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, വോൾട്ടേജ് ലോ ആണ്. ഇറ്റ് ഡീൽ വിത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ. അപ്പോൾ എന്താ പറയുന്നത് നോക്കുക, കിർച്ചോഫ് വോൾട്ടേജ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എനി ക്ലോസ്ഡ് ലൂപ്പ്, മറ്റേതെന്തായിരുന്നു, ജംഗ്ഷൻ ആയിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ക്ലോസ്ഡ് ലൂപ്പ് നെറ്റ്വർക്ക് ആണ്. ദ ടോട്ടൽ വോൾട്ടേജ് അറൌണ്ട് ദ ലൂപ്പ് ഇസ് ഈക്വൽ ടു, അല്ലേ, ദ സം ഓഫ് ഓൾ ദ വോൾട്ടേജ് ഡ്രോപ്സ് വിത്തിൻ ദ സെയിം ലൂപ്പ്. കണ്ടോ എന്താ പറഞ്ഞിരിക്കുന്നത്, ടോട്ടൽ വോൾട്ടേജ് അറൌണ്ട് ദ ലൂപ്പ്. ഒരു ലൂപ്പ് നമ്മൾ എടുത്താൽ ആ ലൂപ്പിലുള്ള ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, സം ഓഫ് ഓൾ ദ വോൾട്ടേജ് ഡ്രോപ്സ്. എവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുക, അക്രോസ് എ റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ എല്ലാത്തിൻ്റെയും എന്തായിരിക്കും, സം ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ നമ്മൾ സെല്ലില്ല എങ്കിൽ അവിടെയുള്ള ഡ്രോപ്പുകൾ എല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യാം, സം ചെയ്തിട്ട് അത് എന്തിനുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ആക്ച്വൽ ഫോം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ലോവർ ക്ലാസ്സസിൽ പഠിച്ചിരിക്കുന്ന ഫോം ഇങ്ങനെയായിരിക്കും. എന്താണ്, ദി ഓൾജിബ്രിക് സം ഓഫ് ഓൾ ദ വോൾട്ടേജസ് വിത്തിൻ ദ ലൂപ്പ് മസ്റ്റ് ബി ഈക്വൽ ടു 0. അപ്പോൾ ഇത് എന്ത് പറയുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, കൺസർവേഷൻ ഓഫ് എനർജിയുടെ കോൺസെപ്റ്റ്. കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡെഫിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ശരിയല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കിർച്ചോഫ് ലോ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കൺസർവേഷൻ ഓഫ് എനർജി ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കിർച്ചോഫ് ഫസ്റ്റ് ലോ എന്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കൺസർവേഷൻ ഓഫ് ചാർജും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കാം. ഇതിൻ്റെ ഒരു സിമ്പിൾ സർക്യൂട്ടാണ്. നോക്കൂ, ഇപ്പോൾ ഇതിനകത്ത് ABCD എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ, ഒരു ക്ലോസ് ലൂപ്പ് ഞാൻ ഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാവുന്നത്, നേരത്തെ നമ്മൾ പഠിച്ച റൂള് പ്രകാരമാണെങ്കിൽ ഇതിനെ ക്രോസ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും, ശരിയല്ലേ. ഞാൻ കോൾഡ് ഇറ്റ് ആസ് VAB. കണ്ടോ, ഇതിനെ ക്രോസ് ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും, അതിനെ എന്തെന്ന് വിളിച്ചു, VBC. അതുപോലെ തന്നെ ഇതിനെ ക്രോസ് എന്തുണ്ട്, VCD. അതുപോലെ തന്നെ ഇതിനെ ക്രോസ് എന്തുണ്ട്, VDA. ഇവിടെ സെല്ലുകളൊന്നുമില്ല, അതുകൊണ്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു എന്തെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, 0 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഡയറക്ഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നോ അവിടെ തന്നെ തിരിച്ചു വരുമ്പോൾ ആ ഡയറക്ഷൻ അതുപോലെ തന്നെ കീപ്പ് ചെയ്യണം. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തായിട്ട് ഇടേണ്ട വരും, നെഗറ്റീവ് സൈൻ ഇടേണ്ട വരും. ഇത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏത് കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മെത്തേഡ് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നോക്കുക, സ്റ്റാർട്ടിങ് അറ്റ് എനി പോയിന്റ് ഇൻ ദ ലൂപ്പ് കണ്ടിന്യൂ ഇൻ ദ സെയിം ഡയറക്ഷൻ നോട്ടിങ് ദ ഡയറക്ഷൻ ഓഫ് ഓൾ ദ വോൾട്ടേജ് ഡ്രോപ്സ് ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതായത് നമ്മൾ എടുക്കുന്ന ഡയറക്ഷനിൽ വരികയാണെങ്കിൽ പോസിറ്റീവും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നെഗറ്റീവ് കൊടുക്കണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ ദ സെയിം ഡയറക്ഷൻ ഐദർ ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് ഓർ ദ ഫൈനൽ വോൾട്ടേജ് സം വിൽ ബി ഈക്വൽ ടു 0. മനസ്സിലായില്ലേ. ഐദർ എന്തിലോട്ട് കൊണ്ടുപോകണം, നമ്മൾ ക്ലോക്ക് വൈ ഡയറക്ഷനിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈ ഡയറക്ഷനിൽ എടുക്കാം. പക്ഷേ ടോട്ടൽ വോൾട്ടേജ് എന്തായിരിക്കണം, 0 ആയിരിക്കണം എന്നുള്ള കോൺസെപ്റ്റിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു സെൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് 0 ആവണമെന്നുണ്ടെങ്കിൽ ആ സെല്ലിൻ്റെ കോൺസെപ്റ്റും കൂടി നമ്മൾ എവിടെ കൊടുക്കും, ഇടതുവശത്ത് കൊടുത്തിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആയിരിക്കും ചെയ്യുക. ഓക്കെ.
ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞല്ലോ, കോംപ്ലിക്കേറ്റഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് കിർച്ചോഫ് ലോ നമ്മൾ യൂസ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊരു അൽഗോരിതം ഉണ്ട്, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഉണ്ട്. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് നോക്കുക. ഈ രണ്ട് ലോയും നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കൂ. അസ്യൂം ഓൾ വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ് ആർ ഗിവൺ. കണ്ടോ, എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം, വോൾട്ടേജും അതുപോലെ തന്നെ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. പേരിട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വാല്യൂ ഇല്ലെങ്കിൽ നമ്മൾ അതിനെന്ത് പറയണം, V1 V2 V3 എക്സെട്ര R1 R2 R3 എന്നുള്ള രീതിയിൽ നമ്മളതിന് നെയിം ചെയ്യുക. രണ്ടാമത്തെ എന്താണ്, കറണ്ട്, ഓരോ ബ്രാഞ്ചിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ടിനും ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ലേബൽ ചെയ്യണം. ലൈക്ക് I1 I2 I3 അങ്ങനെയുള്ള രീതിയിൽ ലേബൽ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും അൺനോൺ ആയിരിക്കില്ല. ചിലപ്പോൾ പൊട്ടൻഷ്യൽ നമുക്ക് അറിയുന്നതായിരിക്കും, ചിലപ്പോൾ റെസിസ്റ്റൻസ് അറിയുന്നതായിരിക്കും, ചിലപ്പോൾ കറണ്ട് അറിയുന്നതായിരിക്കും. ആ വാല്യൂ തന്നെയായിട്ട് അവിടെ ഇടുക. അതല്ലാത്ത വാല്യൂസാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ നൊട്ടേഷൻ വെച്ച് നമ്മൾ കാണിക്കേണ്ടത്. പിന്നെന്ത് ചെയ്യണം, നമ്മൾ ഫൈൻഡ് കിർച്ചോഫ് ഫസ്റ്റ് ലോ ഇക്വേഷൻ ഫോർ ഈച്ച് നോഡ്. ഏതെങ്കിലും ഒരു ജംഗ്ഷൻ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജംഗ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുക. ജംഗ്ഷൻ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം, അതല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, നമുക്കത് സ്കിപ്പ് ചെയ്യാം. രണ്ടാമത്തിലോട്ട് പോകാം. എന്ത് ചെയ്യണം, കിർച്ചോഫ് സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യുക. ഓരോ ലൂപ്പിലും നമ്മൾ എന്ത് ചെയ്യണം, കിർച്ചോഫ് സെക്കൻഡ് ലോ. എന്താ പറയുന്നത്, ദ സം ഓഫ് ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ എ ക്ലോസ് ലൂപ്പ് ഇസ് ഈക്വൽ ടു 0. ആ ഒരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുക. അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്, ലീനിയർ സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ് ആയിരിക്കും കിട്ടുക. അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മറ്റ് രണ്ട് ഫാക്ടേഴ്സ് അല്ല, ഏതെങ്കിലും രണ്ട് ഫാക്ടർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഈ മൂന്നെണ്ണത്തിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇതറിയില്ല എന്നുള്ളതാണ്, ഇതറിയാം എന്നുള്ളതാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, V1 V2 എന്ന് പറയുന്ന വോൾട്ടേജസും കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ കിർച്ചോഫ് ലോ വെച്ച് കാര്യങ്ങൾ ചെയ്തു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കിർച്ചോഫ് ലോ പറയുന്നത്. സോ ബൈ നോയിങ് ആൻഡ് യൂസിങ് കിർച്ചോഫ് ലോ വി ക്യാൻ സിംപ്ലിഫൈ അവർ കാൽക്കുലേഷൻ ആൻഡ് റെഡ്യൂസ് മോർ എമൗണ്ട് ഓഫ് മാത്തമാറ്റിക്സ് ഇൻ സോൾവിങ് സർക്യൂട്ട് സോൾവ് ചെയ്യുന്ന നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കിർച്ചോഫ് ലോയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇതാണ് കിർച്ചോഫ് ലോസിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് വെച്ചിട്ടുള്ള ഒരു 1-2 പ്രോബ്ലംസ് ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് തരുന്നുണ്ട്, ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.